മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങുമായി തോട്ടം തൊഴിലാളികളും ഒരു ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുകയാണ് വയനാട്ടിലെ വിവിധ പ്ലാന്റേഷനുകളിലെ തൊഴിലാളികൾ. തോട്ടം മേഖലയായിരുന്നു മുണ്ടക്കൈയും ചൂരൽമലയും. സാധാരണ തോട്ടം തൊഴിലാളികളായിരുന്നു ഇവിടങ്ങളിലെ മിക്കവരും. HML തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന നിരവധി തൊഴിലാളികൾ ഉൾപ്പെടെ ദുരന്തത്തിൽ മരണപ്പെട്ടു. വീടും സ്ഥലവും നഷ്ടപ്പെട്ട വിവിധ സ്ഥലങ്ങളിലുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ നിലവിൽ താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലാണ്. സർക്കാർ സ്ഥിര പുനരധിവാസ നടപടികളിലേക്ക് കടക്കുമ്പോൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകുകയാണ് വയനാട്ടിലെ തോട്ടം തൊഴിലാളികളും. സഹോദരങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചുണ്ടൽ എസ്റ്റേറ്റ് ഡിവിഷൻ തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറിയൊരു സംഭാവന ഞങ്ങൾ കൊടുക്കും. ഒന്നടങ്കം മുഴുവൻ തൊഴിലാളികളും ആ ഒരു ഉദ്യമത്തിൽ പങ്കുചേരുകയും അവരുടെ ഒരു ദിവസത്തെ വേതനം പൂർണ്ണമായി നൽകുന്നതിന് വേണ്ടിയുള്ള സ്വമേധ ഉള്ളൊരു മനസ്സ് കാണിച്ചിരിക്കുകയാണ്. വയനാട് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ നേതാക്കൾക്ക് തോട്ടം തൊഴിലാളികൾ ശേഖരിച്ച തുക കഴിഞ്ഞ ദിവസം കൈമാറി. CPIM ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ തുക ഏറ്റുവാങ്ങി. എക്കാലത്തും തോട്ടം തൊഴിലാളികൾ പാവപ്പെട്ടവരെ, പ്രത്യേകിച്ച് ചികിത്സാ ആവശ്യാർത്ഥം എല്ലാ ആഴ്ചകളിലും സംഭാവന നൽകുന്നവരാണ് തോട്ടം തൊഴിലാളികൾ. അവരുടെ ആ ഉയർന്ന ബോധവും മനസ്സുമാണ് ഈ കാര്യത്തിലും അവർ പ്രകടിപ്പിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന്. ചുണ്ടൽ എസ്റ്റേറ്റിലെ ഫീൽഡ് ഫാക്ടറി തൊഴിലാളികളാണ് ഇതിനായി ആദ്യം ശ്രമങ്ങൾ ആരംഭിച്ചത്. മുഴുവൻ തൊഴിലാളികളും സഹായം നൽകാൻ തയ്യാറായതോടെ ഒരു ദിവസത്തെ വേതനം CMDRFിലേക്ക് നൽകാൻ തീരുമാനമാവുകയായിരുന്നു. കൈരളി ന്യൂസ്, വയനാട്.